നമസ്കാരം. നമസ്കാരം. ഡബിൾ ബാരൽ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഞാൻ സത്യനാരായണൻ, എൻ്റെ കൂടെ കോ-ഹോസ്റ്റ് മധുസൂദനൻ ടി.പി. അപ്പൊ കഴിഞ്ഞ ഒരു കോഴിക്കോടൻ എപ്പിസോഡിൽ ഞങ്ങളിങ്ങനെ മധു നല്ലൊരു നടത്തം നടന്നു. അപ്പൊ നടന്നിട്ട് പോരാന്നാണ് മധുവിന് തോന്നുന്നത്. പ്രേക്ഷകരിൽ പലരും പറയുന്നത് മധുവിനെ കൊണ്ട് കുറച്ചും കൂടി നടത്തിക്കണം എന്ന്. അപ്പൊ അതുകൊണ്ട് ഇന്ന് മധു വീണ്ടും നടക്കുന്നു. എങ്ങോട്ടാ മധു നടത്തം? എവിടുന്ന എങ്ങോട്ടാണ്? അന്ന് നമ്മൾ SM സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു വന്ന് നമ്മൾ എത്തിച്ചേർന്നത് മറ്റേ ഇവിടെയായിരുന്നു, നമ്മളെ TBSന്റെ മുന്നിൽ വരെ എത്തിയിരുന്നു. കഴിഞ്ഞ് രണ്ടാമത് അങ്ങോട്ട് പോയിരുന്നു. പക്ഷെ നമുക്കിന്നൊരു കാര്യം ചെയ്യാം, പുതിയൊരു റൂട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ എന്നല്ലേ. TBSന്റെ അവിടെ വന്ന് നമ്മള് അതിന്റെ മുന്നിലെ വെസ്റ്റ് കോസ്റ്റ് ഇലക്ട്രിക്കൽസ് ഒക്കെ ഒന്ന് പരാമർശിച്ചു പോയോ ഇല്ലയെന്ന് എനിക്ക് ഓർമ്മയില്ല. പഴയ ഒരു ഉറുപ്പിന്റെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നല്ലോ, വെസ്റ്റ് കോസ്റ്റ് ഇലക്ട്രിക്കൽസ്. നമ്മളെ കൂടെയൊക്കെ പഠിച്ച് തിരിച്ചു പോവുകയും ചെയ്ത ഹരീഷിന്റെ. അപ്പൊ അതിന്റെ മുന്നിൽ കൂടെ ഒക്കെ നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി എന്റെ ഒരു ഉദ്ദേശത്തില് നമ്മളെ രണ്ടാം ഗേറ്റ് ഇങ്ങനെ കടന്ന് മാതൃഭൂമിന്റെ മുന്നിലൂടെ, മാതൃഭൂമിന്റെ സൈഡിലൂടെ, മുന്നിലൂടെ എന്ന് പറഞ്ഞോ, മുന്നിലൂടെ പറഞ്ഞ വെല്ലിങ്കാടിയിലൊക്കെ, അപ്പൊ അതിന്റെ സൈഡിലൂടെ ആ റോഡിൽ ഇങ്ങനെ അങ്ങോട്ട് നീങ്ങാന്നില്ല വിചാരിക്കുന്നു. അങ്ങനെ കൊണ്ട് നമ്മളെ പ്രഗത്ഭമായ കടപ്പുറത്തൂടെ ഒരു സഞ്ചാരമായാലോ എന്ന് എനിക്കൊരു ഐഡിയ. എന്താ നിങ്ങളെ? നല്ലൊരു ഐഡിയ, നമുക്ക് രണ്ടാൾക്കും കൂടി നിങ്ങളെ പഴയ ഒരു താമസ സ്ഥലവും കൂടിയാണല്ലോ അതിനടുത്തായിട്ട്, അല്ലേ? കസ്റ്റംസ് റോഡ്. മുഹമ്മദ് റാഫി റോഡ്. ഓ, അങ്ങനെയായോ? അത് മാറി. മുഹമ്മദ് റാഫി അവിടെ എത്തി. മുഹമ്മദ് റാഫി അവിടെ ബീച്ചിൽ വെച്ചിട്ട് ഒരു ഗാനമേള നടത്തിയിരുന്നു. ഓ, അതുകൊണ്ടായി ആക്കിയതായിരിക്കും അല്ലേ? അതായിരിക്കണം. അറിയാൻ നോക്കിയിട്ട് മുഹമ്മദ് റാഫിയായിട്ട് എന്താ ബന്ധം അറിയില്ല. അല്ലാണ്ട് മുഹമ്മദ് റാഫിക്ക് കോഴിക്കോട് വലിയ ബന്ധമൊന്നുമില്ല. പാട്ട് ആസ്വദിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ആരാധകർ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അദ്ദേഹം 1-2 പ്രാവശ്യം വന്നിട്ട് നടത്തിയിട്ടുണ്ട് കോൺസേർട്ട് അവിടെ. നല്ല പ്രോഗ്രാം, നല്ല പാക്ഡ് ആയിരുന്നു ഓഡിയൻസ്. ഏതായാലും നമുക്ക് അവിടുന്ന് ഇങ്ങനെ നമ്മളെ ആ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് കണ്ടറിഞ്ഞ് നമുക്ക് അതിനൊക്കെ ഒന്ന് ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാം. അപ്പൊ നമ്മള് രണ്ടാം ഗേറ്റ് ഇങ്ങനെ അങ്ങോട്ട് കടക്കാം, അല്ലേ? അപ്പൊ കടന്നു കഴിഞ്ഞാല് അവിടെ നല്ല നല്ല മീനിന്റെ മണം. മീന് ആദ്യം ചായപ്പൊടിയൊക്കെ വിൽക്കുന്ന കുറച്ച് പീടിയൊക്കെ ഉണ്ടായിരുന്നു. പഴയ ഉണ്ടോന്ന് അറിയില്ല. പഴയ മോണിക്ക സൂപ്പർ എന്നൊക്കെ പറഞ്ഞ ചായപ്പൊടിയൊക്കെ വാങ്ങാൻ ഇന്നത്തെ സൈക്കിൾ എടുത്തിട്ട് പറഞ്ഞയക്കലുണ്ടായിരുന്നു. അവിടെ തന്നെ വാങ്ങണം. അപ്പൊ അതൊക്കെ വാങ്ങാൻ പോയ ഒരു ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു. ന്യൂ റവ സ്റ്റോർ വളരെ ചെറിയൊരു ഷോപ്പാണെങ്കിലും ഭയങ്കര അവിടുന്ന് മാത്രമേ അവരുടെ ഗരം മസാലയും അവിടുത്തെ മസാലയും മുളക് പൊടിയൊക്കെ മാത്രം ഉപയോഗിക്കുന്ന എന്റെ അച്ഛന് നിർബന്ധമായിരുന്നു അവിടുന്ന് വാങ്ങണമെന്ന്. അത് അവര് പൊടിച്ചിട്ടൊക്കെ അങ്ങനെ വിൽക്കുന്ന വളരെ പ്യുവർ സാധനങ്ങളായിരുന്നല്ലോ. ഇന്നത്തെ മാതിരി ഇങ്ങനെ ഈ അഡൾട്രേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളല്ലായിരുന്നു. വളരെ വൃത്തിയിൽ ഉള്ള ഒരു ചെറിയ ഷോപ്പായിരുന്നു. പക്ഷെ ഭയങ്കര കച്ചവടമൊക്കെ ആയിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് സ്ഥിരമായിട്ടുള്ളൊരു കച്ചവടം ഉണ്ടായ ഒരു സ്ഥലമായിരുന്നു, അല്ലേ? അതിനു മുമ്പില് വേറൊരു വലിയൊരു മസാല ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. മറ്റേ ഈ വലതുഭാഗത്ത് ചെറിയ കടകളും ഇടതു ഭാഗത്തെല്ലാം ഭയങ്കര വലിയൊരു കട ഉണ്ടായിരുന്നു. നമ്മളെ സ്കൂൾ പഠിച്ച എന്താ പേര് എനിക്ക് മറന്നുപോയി. നമ്മളെ സെന്റ് ജോസഫ് ഓർമ്മയില്ല, പക്ഷെ വളരെ ഇതായിരുന്നു. പിന്നെ പുള്ളി ബാംഗ്ലൂർ പച്ചക്കറി ഉണ്ടല്ലോ അതിന്റെ പുറത്തായിട്ട്. പച്ചക്കറി പീടി ഉണ്ടായിരുന്നു. അതിന്റെ ഉള്ളിലേക്ക് കടന്നാൽ പിന്നെ നമ്മളെന്നെ മീനിൽ വീണ വരിക. അങ്ങനെയുള്ളൊരു വലിയ മാർക്കറ്റ് ആയിരുന്നു. വലിയൊരു ഗംഭീര മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആ മാർക്കറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ആലോചിക്കാൻ പറ്റൂല. ഇവിടെ ഉണ്ട്, അതേമാതിരത്തൊക്കെ ഉണ്ട്. എന്നാലും അതൊരു വലിയ ഒരു സംഭവ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴതിനെ നവീകരിച്ച് വളരെ സുന്ദരൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. പണ്ട് അതിനുള്ളിൽ കയറി മീൻ വാങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പണി തന്നെയാ. രാവിലെ എങ്ങനെ എത്തണം അവിടെ? എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ സ്ഥിരം വരുന്ന, അവിടെ ദിവസം വരാൻ എന്താ പറയാ, അവിടെ പോവാണ്ട പറ്റാത്ത ആൾക്കാർ കുറെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു മണം സ്ഥിരമായിട്ട് രാവിലെ അവിടെ വന്നിട്ട് എല്ലാവർക്കും അവിടെ വന്ന് പോകണം. രാവിലെ ഭയങ്കര തിരക്കാണ്. രാവിലെ ഒരു 6:30-7 മണിക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂല.
ഭയങ്കര തിരക്കാ. ഉം, ഉച്ചക്ക് ഉം. 12 മണിയാകുമ്പോ എല്ലാരും പൂട്ടി കച്ചവടം കഴിഞ്ഞ് വീട്ടിൽ പോയി. കച്ചവടം കഴിഞ്ഞു. ആ പിന്നെ പിന്നെ ഞായറാഴ്ച പ്രത്യേകിച്ചും തിരക്കായിരുന്നു. പിന്നെ വൈകുന്നേരമാണ് അവിടെ ഭയങ്കര. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുക. ബാക്കി പാക്കിങ് മറ്റേ ഉം. മറിച്ച്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഇത് പാക്ക് ചെയ്യുന്നതും അവിടെ പിന്നെ സാധനം എത്തിക്കുന്നതും വേറെ സ്ഥലത്തു നിന്നൊക്കെ ഉം. സാധനം ഉം. കൊണ്ടുവരുന്നതും ഒക്കെ ആയിട്ട് ഓ, പിന്നെ ശരി നമുക്ക് ശരി. വലിയ വലിയ സ്റ്റാർ ഹോട്ടലുകളിലേക്കൊക്കെ ഭക്ഷണം പിന്നെ ഇത് മീൻ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഉം. ഉം. എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു. വളരെ അപ്പൊ ഇത് കുറച്ച് മറ്റേ രാവിലെ നേരത്തെ തുടങ്ങും തോന്നുന്നില്ലേ പരിപാടി? രാവിലെ നേരത്തെ തുടങ്ങും. എനിക്ക് ആ നല്ല സുഹൃബന്ധമില്ലാതെ കൊണ്ട് എനിക്ക് അവിടുന്ന് ഒരുപാട് മീനും കിട്ടിയായിരുന്നു. ആ ആ. മീനൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് തരും. അതേട്ടാ കൊണ്ടുപോയിക്കോളി എന്നിട്ട് നമ്മളെ കോഴിക്കോടൻ ഭാഷയിൽ കൊണ്ടുപോയിക്കോളിന്ന്. ആ ഭാഷ ഇപ്പൊ ഞാൻ പറഞ്ഞു വല്ലാണ്ടാവുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലായെങ്കിൽ എനിക്ക്. ഞാൻ ആ കുറച്ച് ഭാഷയാണല്ലോ നമ്മളെ ഊർജം. അല്ല ഭാഷയൊക്കെ നമ്മള് കുറച്ച് രണ്ട് നമ്മളെ സ്പീഡ് കോഴിക്കോട്ടുകാരല്ലേ പറഞ്ഞാല് സംസാരിക്കുന്നത്. നമ്മളെ ആ സ്പീഡിൽ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ നാട്ടുകാർ അത് കേട്ടാ പറയുമ്പോ ഒന്ന് ചെറുതായിട്ട്. ആ, അത് ശരിയാ. പക്ഷെ അത് ശരിയാണ്. അറിയാതെ കുറെ കുറച്ചൊന്ന് കാലം ഒരു ഇങ്ങനെ സ്പീഡ് ആ പറഞ്ഞിട്ട് ഇപ്പൊ ഇതിന് ഒരു സ്ലോ മീറ്റർ ആക്കാനോട്ട് പറ്റുന്നില്ല. അറിയാണ്ട് അങ്ങോട്ട് ഒഴുക്കിൽ പറഞ്ഞു പോവുക. അപ്പൊ അപ്പൊ അങ്ങനെ ഈ ഞങ്ങള് പിന്നെ കൊണ്ടുപോയിക്കോളി എന്നൊക്കെ പറയുന്ന സാധനം വേറെ ആരെയും കേട്ടിട്ടുണ്ടെങ്കിൽ ഉം, ചിലപ്പോ ഉം. കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ അതെ. കൊണ്ടുപോയിക്കോളി എന്ന് പറയുന്നത്. എന്തെങ്കിലും ആട്ടെ, ഇതൊക്കെ നമ്മുടെ ഒരു സൗന്ദര്യമാണ്. അത് ഇപ്പൊ അത് നമ്മളെ സിനിമയുടെ ഭാഷ മാറിയാവും. നമ്മളെ ഒരു അഭിമാനമാണ്. വള്ളുവനാടൻ ഭാഷയാണ് സിനിമ. ആ, ക്യാരക്ടർ ആ, ഏതായാലും ആ, എവിടെയാണെങ്കിലും എവിടെയാണ് സംസാരിക്കുന്ന വള്ളുവനാടൻ ഭാഷ മാത്രം. മാത്രമാണ്. പക്ഷെ കോഴിക്കോട് ഭാഷ പറയുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അല്ലേ? പഴയ നമ്മുടെ അതെ. പൂതലട്ടമ്പൊക്കെ ഉള്ളൂ. അപ്പൊ അയ്യോ. അങ്ങനെ ആ മാർക്കറ്റ് വളരെ സുന്ദരമായ ഒരു സാധനം കഴിഞ്ഞിട്ട് നമ്മൾ ആ റോഡിലൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു വലിയൊരു കാഴ്ച തന്നെയാണ്. രാവിലെയൊക്കെ ഭയങ്കര ഒരു ഉം, ഉം. മാർക്കറ്റും ഭയങ്കര കച്ചവടങ്ങളും അതെ. ഭയങ്കര ഒരു ബിസി ആയിട്ടില്ല ഒരു നഗരത്തിന്റെ മറ്റൊരു മുഖമാണ് അവിടെ. നമ്മളെ SM സ്ട്രീറ്റ് ഒക്കെ വിട്ടിട്ട് വേറൊരു മുഖമാണ്. അപ്പൊ അതെ. അതിലെങ്ങനെ അതെ. പിന്നെ അതിനങ്ങോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസും കൂട്ടായി. ഒരു 10 ഉം, അടിയാകുമ്പോ പോയി ഉം. കഴിഞ്ഞാൽ കേസും കൂട്ടെന്ന് പറയാം. കംപ്ലീറ്റ് കോടതിയാണ്. ആ കോടതിയിൽ അതെ. പുതിയ കോംപ്ലക്സിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ പറയുന്ന റോഡിലുള്ളത്. അതിന്റെ പഴയ ആ മനോഹരമായ ലുക്കും കാര്യമൊക്കെ വേണമെങ്കിൽ അപ്പുറത്തെ സെന്റ് വിൻസെന്റ് ആ റോഡിൽ കൂടെ വരണം. ദേശാഭിമാനിന്റെ അതെ. റോഡിൽ കൂടെ അതെ. വരണം. ഏതായാലും ഈ റോഡിൽ കൂടെ ഇങ്ങനെ പോവാൻ നമുക്ക്, അല്ലേ? ഉം, ഉം. ഏഹ് അതെ. അപ്പൊ അതിങ്ങനെ കുറച്ചിങ്ങനെ പോയി കഴിഞ്ഞാല് ഈ കോടതിന്റെ ഒരു വലിയൊരു തിരക്കുണ്ടാവും. അത് ഉം, സ്ഥിരമായിട്ട് നമുക്ക് ഇങ്ങനെ പല കേസുകളും കാര്യമായിട്ട് ഞാൻ അതിലിങ്ങനെ കയറി പോകുന്ന ഒരാളായിരുന്നു. ഉം, പിന്നെ ഉം. അത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഒരുപാട് വക്കീൽ ഓഫീസുമാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഒന്ന് വലത്തോട്ടേക്ക് ഇങ്ങനെ തിരിയുക. ഉം, വലത്തോട്ടേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ സെന്റ് ജോസഫിന്റെ മതിലായി. നമ്മളെ ഉം. വിദ്യാഭ്യാസ കാലഘട്ടം ഒന്ന് ചിന്തിക്കാം. അതെ. അവിടെ പണ്ടൊരു കാസിനോ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ഉണ്ടായിരുന്നില്ലേ? കാസിനോ എന്ന് പറഞ്ഞ ഹോട്ടലിൽ അല്ലേ? ആ ഉണ്ട്. ഇപ്പോഴും ആ ഉണ്ടെന്ന് ഉണ്ട്. കേട്ടു. ഉണ്ടോ ഉണ്ടോന്ന് ആ അറിയില്ല. ഇപ്പോഴും ഉണ്ട് അത്ര. ഉണ്ട്. ആ ഉണ്ട് ഉണ്ട് അവിടെ ഉണ്ട്. അവിടെ പിന്നെ ചെറിയ കൊപ്പര ഫംഗ്ഷൻസ് ബസാറായി. ഒക്കെ നടത്താനുള്ള സൗകര്യമൊക്കെ ആക്കിയിട്ടുണ്ട് ഇപ്പൊ അവര്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ചെറുത്, അധികം ആളല്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ കൊപ്പര ബസാറായി. പിന്നെ കൊപ്പരക്കല്ലിയാണ്. കംപ്ലീറ്റ് കൊപ്പര കച്ചവടം നടത്തുന്ന സ്ഥലം. ഇങ്ങോട്ടേക്ക് ഇതൊക്കെ മാറി. നമുക്ക് ഏതായാലും പഴയതൊക്കെ ഓർമ്മ കിട്ടുന്നുണ്ടല്ലേ? ഇപ്പൊ അവിടെയൊക്കെ അതെ അതെ മാറിയെങ്കിലും അതെ. നമ്മളെ മനസ്സിൽ നിന്നൊന്നും പോയിട്ടില്ല. അവിടെയല്ലേ മറ്റേ പഴയ ഉണ്ണീരുകുട്ടി മുതലാളിന്റെ വലിയൊരു അതെ വലിയ വലിയ ഇതുള്ള ഇതില്ലേ. യാർഡ്, കൊപ്പര ആ ഉണക്കുന്ന യാർഡ് വലിയ വലിയ അവിടെ അല്ലേ? അത് അവിടുന്ന് ഒരു ചെറിയ റോഡ് സെന്റ് ഉള്ളിലേക്ക്. ജോസഫിന്റെ ഗ്രൗണ്ടിൽ നിന്ന് നോക്കിയാൽ കാണും തോന്നുന്നത്. അത് ശരിയാണത്? അയാളത് കാണില്ല. അയാളത് കുറച്ച് ഇങ്ങോട്ട് ഇല്ല വന്ന് അല്ലേ? ഉള്ളിലേക്ക്. അപ്പൊ വേറെ ഏതാണ്? ഓ ശരി ഇവിടെ ശരി. ഒരു മൊയ്തീൻ കോയ എന്നൊക്കെ പറഞ്ഞിട്ട് കാരപ്പറമ്പിൽ ഉം, ഒരാളുണ്ട്. അയാളതേ ഉം. വലിയ വലിയ ഓ കല്യായ ശരി. എനിക്കറിയാം. ഉം, ഉം. മക്കളെ കയറ്റി ഞാൻ ഭരിച്ചത്, അയാളും ഭരിച്ചത്. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ഉം. പോയാൽ പിന്നെ നമുക്ക് പ്രഗത്ഭമായ കോഴിക്കോട്ടെ വലിയൊരു സംഗതിയിലാണ് നമ്മൾ എത്തുക. നമ്മള് ഒരു ബോംബെ ഹോട്ടൽ കുറച്ചങ്ങോട്ട് ബോംബെ. ആ ബോംബെ ഹോട്ടൽ അടിപൊളി ബിരിയാണി അതെ. നെയ്ച്ചോറും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നല്ല ബിരിയാണിയും അത് കഴിഞ്ഞിട്ട് ബിരിയാണി ചായ. ചായ. ആദ്യം സ്കൂൾ പഠിക്കുന്ന ബിരിയാണിയുടെ കാലത്ത് മുകളിൽ കഴിക്കുന്ന. ആഴ്ചക്ക് ഒരു ദിവസം എനിക്ക് ഈ അച്ഛൻ പൈസ തരും. ഇത് ഈ ഓ ഓ. ബിരിയാണി നെയ്ച്ചോറ്. ബാക്കി ആ. എല്ലാ ദിവസവും സാധാ വലിയ പൈസ ചെയ്തു. അന്നൊരു ദിവസം ഉം, പിന്നെ മാത്രം ബിരിയാണി അല്ല ഉം, നെയ്ച്ചോറ് കഴിക്കാൻ പൈസ തരും. ആ ഉം, നെയ്ച്ചോറ് എന്ന് ഉം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു നെയ്ച്ചോറും പിന്നെ അതെ. ചെറിയ കഷ്ണം മട്ടൻ ഇട്ടിട്ട് ഒരു കറി. ഉം, ഉം. അതിൽ സ്പെഷ്യൽ അതെ. എന്താ വെച്ചാല് അവിടെ കാരക്കന്റെ അച്ചാറ്. അതിന് അത് ₹5. ഭയങ്കര രുചിയാണ്.
അതിന് അന്ന് 2 റുപ്യ 3 റുപ്യ എന്തോ അന്ന് ചാർജ് ചെയ്യും. പിന്നെ അതിന് മേലെ എന്തോ ചാർജ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇടക്ക് അയാൾ ഫ്രീ ആയി തരും. നമ്മള് സ്ഥിരം ആൾക്കാരൊക്കെ ആയതുകൊണ്ട്. അതെ അതെ. അവിടെ മുകളിൽ ഒരാളുണ്ടായിരുന്നല്ലോ, കുറച്ച് പ്രായമായിട്ടൊരു വെയിറ്റർ. അതെ പ്രായമില്ല ആള്. ഒരു വെള്ള മുണ്ട് ഷർട്ട് എത്ര ആൾക്കാരാണ് അയാൾ ഒരു സമയം അയാൾക്ക് അറിയാത്ത ആളുണ്ടാവൂലേ. അയാൾക്ക് ശരിയാ. ഭയങ്കര ഒരു കണക്ഷൻ ഇനിയിപ്പോ അയാൾക്ക് അല്ലേ. അങ്ങനെ പേര് ഓർമ്മയില്ല എനിക്ക്. അഥവാ ചെറിയ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഈ മട്ടൻ കഴിക്കാണ്ട് വെറും റൈസ് മാത്രം വാങ്ങി തൈരും കൂട്ടിയിട്ട് അങ്ങോട്ട് ഒരു സാലയും വാങ്ങിയിട്ട് അങ്ങ് കഴിച്ചിട്ട് ഒപ്പിക്കുകയായിരുന്നു. അതിന്റെ ഒരു അത് കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും ബോംബെ ഹോട്ടൽ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. ശബ്ദം വരുന്നില്ലല്ലോ. ശബ്ദം വരുന്നില്ലേ? ഇപ്പൊ വന്നു. അതേ പൊസിഷനിൽ പിടിച്ചോ, പിന്നോട്ട് പോണ്ട. അറിയാണ്ടൊന്ന് ചാരിയിരുന്നു പോയി, അതാണ്. അല്ലാതെ ബോംബെ ഹോട്ടലിൽ ബിരിയാണി വന്നപ്പോ ഒന്ന് കഴിച്ചതിന്റെ ഓർമ്മയിൽ ഇങ്ങനെ നെയ്ച്ചോറിലേക്ക് ഇങ്ങനെ പോയതാ. മട്ടനും നെയ്ച്ചോറെല്ലാം കൂടി ഒന്ന് ആലോചിച്ച് പോയതാ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, അപ്പൊ വിശക്കുന്നുണ്ട്. അത് മനസ്സിലായി. അതുകൊണ്ടായിരിക്കാം. ഏതായാലും പൊരിയുന്ന വയറ്റില് ബോംബെ ഹോട്ടലിലെ ബിരിയാണി ബോംബെ ഹോട്ടലൊക്കെ ഒന്ന് ആലോചിച്ച് പോയി. അപ്പൊ ഇതിനിടക്ക് നമ്മളെ കുറച്ച് സുഹൃത്തുക്കള് അതിന്റെ അകത്ത് ഇരുന്നിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു, ചായ ഒക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ 3-4 ആൾക്കാർ ഇങ്ങനെ ഇരുന്നിട്ട്, കാരണം ഈ ആരും പേര് പറഞ്ഞോളല്ലോ, ചിലപ്പോ ഓനെന്തിനാ നമ്മളോട് ചോദിക്കാണ്ട് പറഞ്ഞത് അറിയാം. അപ്പൊ അത് അതിനെക്കൊണ്ട് അത് വേണ്ട. അപ്പൊ അവിടെ ഇതിന് ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് അതിന്റെ ആംബിയൻസ് മാറിയിട്ടുണ്ട്. ഈ മുകളിലൊക്കെ എങ്ങനെയാന്ന് അറിയില്ല, പഴയ വെച്ചാൽ 4 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ബെഞ്ചൊക്കെ ആയിട്ടില്ലേ ഒരു സാധനം ഉണ്ടായിരുന്നു. എന്തായാലും ഒരു ഗംഭീര ഹോട്ടലായിരുന്നു. ചെറിയ കാട പൊരിച്ചത്, കോഴി പൊരിച്ചതിന്റെ ഒരു കഷ്ണം കിട്ടിയായിരുന്നു, നല്ല രസമായിട്ട്. അതൊക്കെ അങ്ങനെ എടുത്ത് അയച്ചൊന്ന് അടിക്കലുണ്ടായിരുന്നു. കോഴി പൊരിച്ചതും ഒരു പ്രത്യേക രുചിയാണ്. അതെ. അതിന് മുന്നിൽ ഒരുവിധം വേറൊന്നും ഇല്ലല്ലോ, സിമ്പിൾ ആയിട്ടുള്ള അവരൊരു പ്രത്യേക മസാല അത് പരട്ടിയിട്ട് പൊരിച്ചിട്ട് കൊണ്ടുതരും. വേറെ ഡെക്കറേഷൻ ഒന്നുമില്ല, നല്ല ടേസ്റ്റിയാണ്. മുമ്പിൽ ഒരു ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട് അല്ലേ? ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ അവിടെ. ഇൻഫാക്ട് ആ ഏരിയയില് ഈ വലിയങ്ങാടി അടുത്തായതുകൊണ്ടായിരിക്കും ഒരുവിധം ഇന്ത്യയിലെ എല്ലാ ബാങ്കിന്റെയും ബ്രാഞ്ച് ഉണ്ട് ആ ഏരിയയില്. അതായത് ചെറുപുഴ റോഡ് മുതൽ ഇങ്ങോട്ട് ബീച്ച് വരെ. അവിടെ എനിക്ക് അവിടുത്തെ ബാങ്ക് പരിചയിച്ച എന്റെ ഒരാളവിടെ, ഞാൻ അറിയുന്ന ഒരാളവിടെ വർക്ക് ചെയ്യും. അപ്പൊ ഇടയ്ക്ക് അയാൾ ഒന്ന് കാണേണ്ട ആവശ്യത്തിന് പോകാറുണ്ടായിരുന്നു. എന്തൊരു ബാങ്ക് ഉണ്ടായിരുന്നു ഇല്ലേ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, എന്തോ ഒരു സാധനം, തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് ഉണ്ട്. ഒരു വലിയ ബിൽഡിംഗ് ഇതിന്റെ നേരെ മുമ്പിൽ, ബോംബെ ഹോട്ടലിന്റെ നേരെ മുമ്പിലായിട്ട് വലിയൊരു ബിൽഡിംഗ്. അതെ, ബാങ്ക് ഓഫ് ബറോഡയാണ് അതോ ഇന്ത്യൻ ബാങ്ക്. അവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ നടക്കുകയാണെങ്കിൽ പഴയ ഒരു സാധനം, സീക്വീൻ ഹോട്ടൽ. അതിന് മുമ്പ് ഒരു ടെലിഗ്രാഫ് ഓഫീസ്, പണ്ടൊക്കെ ഒരു ടെലിഗ്രാം അടിക്കണമെങ്കിൽ അതിന്റെ മുമ്പിലാ, സീക്വീന്റെ മുന്നിലാണ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അല്ല, ബോംബെ ഹോട്ടലിൽ നിന്ന് വരുമ്പോ ബോംബെ ഹോട്ടലിൽ എത്തിയിട്ട് ബീച്ചിൽ കയറുന്നതിന് മുമ്പാണ്, റൈറ്റ് സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് തിരിയുന്നതിൽ. അതൊക്കെ ഒരു പഴയ ഒരു സാധനം, ഒരു ചെറിയ പഴയ മണി മുട്ടിക്കൊണ്ടില്ല ടെലിഗ്രാം അയക്കാൻ അവിടെയാണ്, അവിടെ തന്നെ പോണം. ഫോൺ ചെയ്യാൻ, ട്രങ്ക് ഒക്കെ ചെയ്യണമെങ്കിൽ എടുത്ത് പോണം. അവിടെ നല്ല ഇത് വിളിക്കാൻ പറ്റില്ലായിരുന്നു. അന്നത്തെ മാതിരി കീശയിലിട്ട് നടക്കുന്ന ഇതില്ലല്ലോ. പക്ഷെ ആ സ്വീക്കിൻ ഹോട്ടലില് ഇതേമാതിരി ബോംബെയിൽ പറഞ്ഞ വേറൊരു ഒരു കോസ്റ്റ്ലി, ഒരു വലിയൊരു ഒരു ഒരു പ്രസ്റ്റീജിയസ് ആയിട്ട് അന്നത്തെ വലിയൊരു ക്രൂസ് ആയിരുന്നു. സ്വീക്കിനിൽ പോയിട്ട് ഇരിക്കാന്നൊക്കെ പറഞ്ഞാല് അല്ലേ, ആൾക്കാർക്ക്. ഞാൻ സ്വീക്കിനിലായിരുന്നു. ആ സമയത്ത് ഇത്ര നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഒട്ടും തിരക്ക് തോന്നാത്തൊരു സ്ഥലമാണ്. അവിടുത്തെ അങ്ങനെയാണല്ലോ അതിന്റെ സെറ്റപ്പ്. നല്ല ലാവിഷ് ആയിട്ട് ഇങ്ങനെ വളരെ റിലാക്സ്ഡ് ആവും നമ്മൾ പോയി കഴിഞ്ഞാല്. അവിടെ അങ്ങനെ റൂംസ് ഉണ്ട്, ഇതുണ്ട്, ഇങ്ങനെ ബാർ ഉണ്ട് തോന്നുന്നില്ല. പിന്നെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് പോയി തോന്നി. ഇപ്പൊ വേറെ ആരോ എന്തോ നടത്തുകയെന്ന് തോന്നുന്നു. ഇപ്പൊ സ്വീക്കിനൊന്നും അല്ല അത്. ഈ ബാലകൃഷ്ണൻ, അതൊക്കെ ഈ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളൊക്കെ മുമ്പ് മറ്റേ കാർത്തികൻ മുതലാളിയുടെ ആയിരുന്നു. പിന്നെ കാർത്തികൻ മുതലാളിന്റെ മകൻ ബാലകൃഷ്ണൻ ആയിരുന്നു അതിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു.
ഓ അത് ശരി. പിന്നെ ഓക്കെ. അയാളൊക്കെ വിട്ടുന്നാ തോന്നുന്നു. അയാളൊക്കെ വിറ്റു. അത് വേറെ ഏതൊരു വലിയൊരു ഗ്രൂപ്പിന് കൊടുത്ത് ഇപ്പൊ വേറെ ആരാ നടത്തുന്നതെന്നാണ് തോന്നുന്നു. പക്ഷെ പഴയ മാതിരി തന്നെ വെച്ചിട്ടുണ്ട്. മുകളിൽ ടെറസിന്റെ മേലെ നല്ല ഒരു ബ്യൂട്ടിഫുൾ ബാറൊക്കെ നടത്തുന്നു. ഓ അത് ശരി. ആ ഓക്കെ. നല്ല ഓ അപ്പൊ ഭംഗിയില് ആ കടലിന്റെ ഒരു കാറ്റും കൊണ്ടിട്ട്. വ്യൂവും കൂടിയാണല്ലോ. നല്ല ഉം, ഉം, രസമായിട്ടാണ്. ഉം. നല്ല അത് ശരി. പിന്നെ അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് തിരിയാം. നമ്മളെ ഉം. റൈറ്റിലേക്ക് തന്നെ തിരിയാം. ലെഫ്റ്റിലേക്ക് പോയാൽ ഉം. പിന്നെ കച്ചവട ലോകത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ഏഹ് അതെ അതെ ഇങ്ങനെ അതെ. തിരിഞ്ഞ് വന്ന് പഴയ പാസ്പോർട്ടിന്റെ ഓഫീസിന്റെ അവിടേക്ക് എത്തി അവിടുന്ന് നേരെ വെല്ലിങ്ങാടി അരിക്കച്ചവടം അങ്ങനെയൊക്കെ പോകേണ്ടി വരും. വേറെ ദിവസം പോയി പറയാം. പോകും. ഇങ്ങനെ ഉം, കോഴിക്കോട് ഉം, കൂടി പോകാൻ ഇനിയും മാസങ്ങൾ വേണ്ടി വരും. അത്രയും സ്ഥലങ്ങൾ ഉണ്ടല്ലോ. നമ്മളിങ്ങനെ മുട്ടിട്ട് ഉം. കഴിഞ്ഞ സ്ഥലത്താണുള്ളത് മുഴുവൻ. ഏഹ് അപ്പൊ അതെ. നമുക്ക് ഇതിങ്ങനെ കണ്ട് രസിക്കാൻ ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞ് രസിക്കാൻ ഏതായാലും ഒരു രസാ അല്ലേ? നമ്മൾ ഉം, ഉം. പ്രേക്ഷകർ കൂടി അതെ വല്ലാതെ പിന്നെ. ആവശ്യപ്പെടുന്നുണ്ട് കോഴിക്കോടിനെ പറ്റി കോഴിക്കോടൻ ഭാഷയിൽ തന്നെ പറയണം. അപ്പൊ അതുകൂടി ഒരു സുഖാണ്. ഏഹ് ഇല്ലേ? ഒരു ഓർമ്മ പുതുക്കലാണ്. പിന്നെ പിന്നെ. കഴിഞ്ഞ ദിവസം അതെ നമ്മളെ അതെ അതെ. കുര്യനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഓർമ്മ പുതുക്കൽ ഏതായാലും നന്നായിട്ടുണ്ട്. ഒരു രസമായി ഉം, തോന്നി. അതിന്റെ ഉം, എസ് എം സ്ട്രീറ്റിന്റെ അകത്ത് കൂടി ഒന്ന് നടന്ന മാതിരി തോന്നി. നന്നായിട്ടുണ്ട് എന്ന് ഉം. പറഞ്ഞു. അപ്പൊ അതേമാതിരി അതെ. ഈ സാധനം ഒന്ന് കടപ്പുറത്ത് കൂടി ഒന്ന് നടന്നു നോക്കുക. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്കില്ലേ പഴയില്ലേ ആ കടപ്പുറം ഇപ്പോഴും തമ്മിൽ വലിയ വ്യത്യാസമായി. പണ്ട് ഉം, ഉം. നമുക്ക് അതെ അവിടുന്ന് അങ്ങോട്ട് നേരെ കടലിലേക്കായിരുന്നു. ആ പുഴയിലേക്ക് അതെ. ഇറങ്ങി നേരെ കടലിലേക്കായിരുന്നു. ഉം, പുഴയിലേക്ക് ഇറങ്ങി ഉം, നേരെ കടലിലേക്ക് എത്തി. ഇന്നിപ്പോ അതല്ല. ഇന്നൊരു പ്ലാറ്റ്ഫോം ഒക്കെ കെട്ടി അതിനെ ഉം, സൗന്ദര്യവൽക്കരിച്ച് ബീച്ചിന്റെ ഉം, ലേശം ഒരു കമേഴ്ഷ്യലൈസ് ആയിപ്പോയി. ആ ഒരു അതുണ്ട്. പിന്നെ മാത്രല്ല പഴയൊരു ഹരം അവിടെ കിട്ടുന്നില്ല. മറ്റെന്താണ് ഉം. ആ ഐ ലവ് കോഴിക്കോടുന്ന് ഐ ലവ് കോഴിക്കോടുന്ന് പുറത്തു കോഴിക്കോട്. വന്ന ആൾക്കാര് ഞാനും അവിടെ വന്ന് പോയിട്ട് നിൽക്കും. ഞാനും പോയിട്ട് ആ ഒന്ന് എടുത്തു ഒരു ഫോട്ടോ. എടുത്തിരുന്നു. ആ ഒരു ദിവസം ഞാനും പോയി പക്ഷെ എടുത്തു. നമ്മുടെയൊക്കെ ഐ ലവ് കോഴിക്കോട് നമ്മളെ ഹൃദയങ്ങളിലായിരുന്നു. ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇതിങ്ങനെ പറയാൻ ഇത് പക്ഷെ പറ്റുന്നത്. ഇപ്പൊ അവിടെ എഴുതി വെച്ചിട്ട് അവിടെ പോയിട്ട് ആ നമുക്കിത് പറയാൻ പറ്റുന്നത് കോഴിക്കോട്ടുകാരനാണെങ്കിലും അല്ലെങ്കിലും ഐ ലവ് കോഴിക്കോട് എന്നുള്ളൊരു ഫോട്ടോ സെൽഫി എടുക്കുന്ന ഒരു വലിയൊരു സംഭവമാണ് ഇപ്പൊ. നമുക്ക് ഇത് പറയാൻ പറ്റുന്നതേ നമ്മളെ ഹൃദയത്തിൽ അതെ. ഇല്ലത് കോഴിക്കോട് നമുക്ക് അല്ല മറക്കാൻ നമ്മൾ പറ്റില്ല. ബീച്ച് ഹോട്ടലിൽ മിസ് ചെയ്തു അതിന്റെ ഇടയിൽ. ഇല്ല എത്തുന്നേ ഉള്ളൂ. നമ്മൾ വളഞ്ഞിട്ടേ ഉള്ളൂ എത്തുന്നുണ്ട് ഇങ്ങോട്ട്. അല്ലേ? ആ ശരി. നമ്മൾ ആ ഇങ്ങോട്ട് ആ. തിരിഞ്ഞിട്ടേ ഉള്ളൂ. റൈറ്റിലേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുള്ളൂ. ആ തിരിഞ്ഞിട്ടേ ഉള്ളൂ. ആ. ആ തിരിഞ്ഞല്ലേ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് പിന്നെ നമ്മൾ കാണുന്നത് ഇതാണ്. ഈ ബീച്ച് ഹോട്ടൽ പറഞ്ഞ ബീച്ച് ഹോട്ടലാ. ഉം, ഉം, അതൊരു സുന്ദര സ്ഥലം തന്നെയായിരുന്നു ഈ പറഞ്ഞ മാതിരി. ഒരു ഉം. ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. അതിന്റെ അകത്ത് പോയി യെസ്. ഇരുന്നിട്ട് ഒരു 2 എണ്ണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഒരു രസമില്ല സംഗതിയായിരുന്നു. പക്ഷെ അന്ന് പിന്നെന്താ കുറച്ച് അതെ. കോസ്റ്റ്ലിയാണ്. നമുക്ക് ഈ ₹2 മാത്രം വീട്ടിൽ നിന്ന് കിട്ടും. നമുക്കത് ഉം, കുറച്ച് ഉം, ഉം. എന്നാലും ഇടയ്ക്കൊരു പിരിവെടുത്ത് പോകലുണ്ടായിരുന്നു. ഏഹ് അതെ. അതൊരു ഇത് തന്നെയാണ് അത്. അതിന്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കഴിക്കുക. ഒരുപാട് ഈ അറബി കല്യാണങ്ങൾ നടന്ന സ്ഥലവുമാണ്. കോഴിക്കോട് കാണുമ്പോൾ ബീച്ച് ഹോട്ടൽ. വെള്ളയിലെ ആ. വെള്ളയിലെ കുറേ പെൺകുട്ടികൾ ആ അറബി കല്യാണം ഉം. പ്പെട്ട സ്ഥലമാണ് ബീച്ച് ഹോട്ടൽ. അവിടെ വന്നിട്ടാണ് ഉം. പഴയ ഈ അറബികളൊക്കെ കുറെ താമസിച്ചിട്ട് കല്യാണം കഴിച്ചു. വെള്ളയില് മാത്രമായിരിക്കില്ല, കുറ്റിച്ചിറയൊന്നും ഉണ്ടാവും. അതെ. ആ 2 ഏരിയക്കും വേണ്ടിയിട്ട് കുറെ അറബികൾ വന്ന് ഉം, താമസിക്കാറുണ്ടെന്ന് കേട്ടിന്. ഉം, അങ്ങനെ ഉം, വന്നിട്ട് അവിടുന്ന് ഉം, വന്ന് അവസാനം ഈ ഈ കല്യാണം അറബി കല്യാണം എന്നാണ് ആ കല്യാണത്തിന് പറയുക. ചെറിയ ഉം, കുട്ടികളെ ഉം. അവിടെ കല്യാണം കഴിച്ച് പോച്ചൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നത്. ഏഹ് അവിടെ ഒരു അത് ശരി. ഉമേട്ടനുണ്ട് ഉമാനാഥൻ. ബീച്ച് ഹോട്ടലിൽ അല്ലാതെ. അതെ. ഉമാനാഥൻ. മൂപ്പരാണ് പുള്ളിയാണല്ലോ ഇതിന്റെ നടത്തിക്കൊണ്ടിരുന്നത്. പുള്ളിയാണല്ലോ ഉം. നടത്തിക്കൊണ്ടിരുന്നത്. അയാളെ അതെ. നല്ലൊരു പരിചയമായിരുന്നു നമുക്ക്. കാരണം പിന്നെ അതെ. അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മുടെ ടീച്ചറായിരുന്നു. അതെ. ഓർമ്മയുണ്ടോ? ഗീത ടീച്ചർ നമ്മളെ പ്രൊപ്രൈറ്ററി പഠിപ്പിച്ചതാ. സ്കൂളിൽ അവിടെ പ്രൈമറി ഗീത സ്കൂളിൽ ടീച്ചർ. പഠിപ്പിച്ച ആ, അതെ. നല്ല ജൈജാന്റിക് ആയിട്ടുള്ള ഒരു ഫിഗറായിരുന്നു. ഒരു അതെ അതെ ടീച്ചറായിരുന്നു അതെ അല്ലേ? അതെ. അന്നത്തെ ഒരു പിന്നെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് സ്റ്റുഡൻസിന്റെ ഫേവറേറ്റ് ടീച്ചറായിരുന്നു. ഫേവറേറ്റ് ടീച്ചറായിരുന്നു. നല്ല ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. അല്ലേ? ഇംഗ്ലീഷ് അല്ലേ അതെ നമ്മളെ പഠിപ്പിച്ചിരുന്നത്? അതെ. ആ ഇംഗ്ലീഷ്. നല്ലൊരു ഓർമ്മയായിരുന്നു ആ ടീച്ചറൊക്കെ. നല്ല അടിയും കിട്ടിയായിരുന്നു എനിക്ക് ഇടക്കിടക്ക്. കാരണം ഈ ഉമാനാഥന്റെ സിസ്റ്ററൊക്കെ ഞങ്ങളെ അയൽവാസികളായതിനെക്കൊണ്ട് ധനയടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉം, അവരൊക്കെ ഉം, ആ ഒരു കണക്ഷനൊക്കെ ഇല്ലോണ്ട് എന്റെ വീട്ടിലേക്ക് എപ്പോഴും ബന്ധാണല്ലോ. അപ്പൊ 4ാം ക്ലാസ്സിലല്ലേ പഠിപ്പിച്ചത്. ഉം, അടി ഇങ്ങനെ കിട്ടിയായിരുന്നു ഉം, ഇടക്ക്. നല്ലോണം കിട്ടിയായിരുന്നു. നമ്മൾ ഇംഗ്ലീഷ് ചോദിച്ചാൽ മലയാളം പറയുമല്ലോ. അന്നേ അങ്ങനെ തുടങ്ങിയല്ലോ. ഉം, ഉം, അതുകൊണ്ട് ഉം. അപ്പൊ അടി നല്ലോണം കിട്ടിയായിരുന്നു. അങ്ങനെ ആ ബീച്ച് ഹോട്ടലിന്റെ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു നമുക്ക്. അതെ. ടീച്ചർ താമസിച്ചത് അതിന്റെ പുറകെ തന്നെയായിരുന്നു. പുറകിൽ. അതെ. പുറകിലായിരുന്നു. അപ്പൊ നല്ല അങ്ങനെയൊക്കെ വീട്. അവിടെ അങ്ങനെയൊക്കെ നല്ലൊരു ആംബിയൻസിൽ നല്ല വീടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ അവിടെ Yes. പോയിട്ടൊക്കെ ഉണ്ട്. ഉം, ഉം. നമ്മൾ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോ എപ്പോഴും ബീച്ച് ഹോട്ടലൊക്കെ നമ്മള് സാധാരണ പോകുന്നൊരു സ്ഥലമായി.
അത് കഴിഞ്ഞിട്ട് വലിയൊരു സ്ഥലമല്ലേ, നിങ്ങൾ കണ്ടിനോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല. ആ സ്പെൻസേഴ്സ്. പഴയ ഒരു സാധനമാണ് ഈ സ്പെൻസർ. ഈ സൂപ്പർ മാർക്കറ്റും ആ കാര്യങ്ങളൊക്കെ സ്പെൻസർ അത് ഉണ്ട് 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 ഉണ്ട്. സ്പെൻസറിന്റെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ ഒരു സാധനം സ്പെഷ്യൽ കിട്ടിയായിരുന്നു. എന്താ അറിയോ? ഐസ്ക്രീം സോഡ. ആ ഐസ്ക്രീം സോഡ. ഓ എന്നാണ് അതിന് പറയാ. ഒരു മധുരമില്ല ശരി. ഒരു സോഡ കിട്ടിയത്. അത് നമ്മളൊരു കുളൂർ നടത്തിയിട്ട് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അരവിന്ദാക്ഷൻ പറഞ്ഞിട്ട്. അതായത് അതെ ജയപ്രകാശ് നാടകമൊക്കെ എഴുതുന്ന ജയപ്രകാശ് ആ കുളൂർ എന്ന് പറഞ്ഞിട്ടില്ലേ, ഒരു ഫേമസ് ആണ്. പുള്ളി അതെ. പുള്ളി എഴുതിയ കുറെ നാടകത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഉം. ഒരു ഓ അത് ശരി. ഓ 3-4 ശരി. നാടകത്തിൽ പുള്ളിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാടകം എഴുതിച്ചു തരിക. അങ്ങനെ അഭിനയിച്ച ഉം, നാടകത്തിൽ മുഴുവൻ എനിക്ക് ഫസ്റ്റ് കിട്ടി, ബെസ്റ്റ് ആക്ടർ. ഉം, ഉം. അങ്ങനെ അങ്ങനെ ഇപ്പൊ ഓന് ഓ ഓർമ്മ അങ്ങനെ കുളൂറും ഞാനും ആയിരുന്നു അതിൽ മെയിനായിട്ട് അഭിനയിക്കുക. പക്ഷെ എനിക്കായിരുന്നു ബെസ്റ്റ് ആക്ടർ കിട്ടുക. ഏഹ് ഉം, അങ്ങനെ ഉം, അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പോൾ കല്ലനോടാണ് ഒരു പ്രാവശ്യം സംവിധാനം ചെയ്തത്. ഉം, ചിത്രകാരൻ ഉം. പോൾ പോൾ കല്ലനോട്. മാഷ്. പോൾ മാഷ് അത് സംവിധാനം ചെയ്ത് തന്നിട്ട് ഒരു പ്രാവശ്യം സ്കൂളിൽ അന്ന് ഞങ്ങളെ നാടകം ഇല്ലാഞ്ഞിട്ട് യൂത്ത് ഫെസ്റ്റിവല് നാടകത്തിന്റെ ഭാഗം ഒരു പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചു. കറണ്ട് പോയപ്പോ ഞാൻ ഓ അഭിനയിക്കാൻ പറ്റില്ല, ശരി. മുഴുസാക്കി. ആ ആ അങ്ങനെ മാറ്റി വെച്ച് തന്നിട്ട്. അങ്ങനെ അത് ഒന്നാമത് ഇയാളെ എഴുത്തൊക്കെ നല്ല രസമാണല്ലോ. കുറെ ഫാന്റസി നാടകങ്ങളൊക്കെ അതെ. ഉണ്ട്. അത് ഉം, നല്ല ഉം. രസമാണ് അത്. പിന്നെ അയാൾ തന്നെ വന്നിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ അയാൾ സിനിമാക്കാരൻ ബന്ധങ്ങളൊക്കെ വലിയ ആളൊക്കെ ആയി പോയി. ഇപ്പോഴെവിടെ എന്താ ഉം, അറിയില്ല. ഉം. ഏഹ് അപ്പൊ അരവിന്ദാക്ഷൻ കുളൂർ ഇതിന്റെ അകത്ത് ഐസ്ക്രീം സോഡ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടുന്നു. അങ്ങനെ ഉം, ഞാനും ഇവരും കൂടി പോയിട്ട് അത് കഴിക്കും. ഉം. ഇടക്ക് അതോ 30 പൈസ വിലയുള്ളൂ ആ സോഡക്ക്. അതൊരു ഇതായിരുന്നു. പിന്നെ അത് പൊളിച്ചു പോയി തോന്നുന്നു. പക്ഷെ അതൊക്കെ ഒരു കാണാൻ ഉം. ഒരു ഭംഗിയായിരുന്നു. ഒരു പഴയ ലുക്ക്, അതെ ഒരു ഓടിട്ട ഒരു ചെറിയ അതെ. ഒരു സാധനം. അത് കാണാൻ ഒരു സുഖാണ്. ഇന്ന് ഉം, അങ്ങനത്തെ ഒന്നും ഉം, കാണാനില്ല. ഉം. ഈ കോൺക്രീറ്റ് കാട്ടിന്റെ അകത്തായി പോയില്ലേ. അതെ അതെ. അല്ല എല്ലാ ഈ സിനിമയും. സ്പെൻസറിന്റെ മറ്റേ ആ കോഴിക്കോട്ടുകാർ ഒരു പ്രയോഗം കൂടി ഉണ്ടായിരുന്നു. ഏതെങ്കിലും സാധനം ഭയങ്കര വിലയാണെങ്കിൽ ആ അയ്യോ അങ്ങോട്ട് ആ അടുക്കാൻ പറ്റില്ല, അത് അങ്ങനെ സ്പെൻസർ റേറ്റ് ആണ്. സ്പാൻസർ റേറ്റ് ആണ്, അങ്ങനെയാ പറയാ. അത് നമ്മളെ വായില് എഴുതി വെച്ച സാധനം. എന്ത് വില കൂടിയ അതെ സാധനത്തിന് അതെ. പറയും സ്പാൻസർ ആവാനെ, അങ്ങോട്ട് പോയിക്കൂടാന്ന് പറയും. ആ ഉം. അതെ എന്ത് സംഗതിക്കും പറയരുത് അത്രയും. അല്ലേ. അപ്പൊ പിന്നെ ആലോചിച്ച് നോക്കാം അതെങ്ങനെയാണ്. ഏഹ് അതെ അതെ പിന്നെ അതെ. അത് കഴിഞ്ഞ ഒരു ഗുജറാത്തി സ്കൂൾ ഉണ്ടായിരുന്നു. ഉം. പഴയ അല്ല ഗുജറാത്തി കമ്മ്യൂണിറ്റി കോഴിക്കോടിന്റെ ഒരു ഗുജറാത്തി ഭയങ്കര ഒരു ഇതല്ലേ. ഭാഗമാണല്ലോ. നമ്മളെ കച്ചവടത്തിന്റെ ഒരു ഭാഗമല്ല, ഒരു ഹൃദയ ഭാഗത്തുണ്ടായ ആൾക്കാരാണ്. ഏഹ് അതെ അതെ. അതെ. അവരുടെ ചില ഗുജറാത്തി ഫുഡുകളൊക്കെ സ്കൂളൊക്കെ അതിലൊക്കെ ഉണ്ട്. പഠിക്കുന്നുണ്ടായിരുന്നു കുറെ ആൾക്കാര്. നമ്മളെ സ്വന്തം രണ്ടാൾക്കാരുണ്ടായിരുന്നു, പുരുഷോത്തമൻ തക്കർ സീക്കിയ, ഉം, ഗോകുൽദാസ് ഉം. തക്കർ സീക്കിയ. രണ്ടാൾക്കാരുണ്ടായിരുന്നു. ഗോകുൽദാസ് അത് തക്കർ ശരി. സീക്കിയന്റെ മുഖത്തേക്ക് നിങ്ങളൊന്ന് തുറിച്ചു നോക്കിയാൽ മതിയായിരുന്നു. ഒരു കേസ് അയാൾ കൊടുത്തു. ഓ അയ്യോ, കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാല് അതൊരു രസം തന്നെയായിരുന്നു. അതിനെപ്പറ്റി കഥ നമ്മൾ പിന്നെ പറയാം. അപ്പൊ അയാളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഉം, ഉം, മരിച്ചുപോയി. ഉം. ഏഹ് അത് ശരി. ഓക്കെ. ജീവിതത്തിൽ തന്നെ ഈ കേസ് കൊണ്ട് അയാൾ ഇതായി പോയ മനുഷ്യനാണ്. ഏഹ് ഉം, സ്വന്തം ഉം. ഫാമിലി വരെ അങ്ങനെ അത് ഒഴിവായി ശരി. പോയി. അയ്യോ, അതൊരു ആ കഥയാണ് ഗോകുൽദാസ്. ഞാൻ ഇയാളെ കണ്ട ഓടി രക്ഷപ്പെടുക ചെയ്യുക. ഇയാൾ എന്തെങ്കിലും എഴുതി ഉം, ഉണ്ടാക്കുന്നുണ്ട് ഉം. കേസ്. അതിലെ പോകുമ്പോൾ മധു ഒന്നും കൊണ്ട് വായിക്കും എന്ന് പറയും. ഇയാളെ കൊണ്ട് ഞാനൊരു കേസ് കൊടുത്തിന്. ഇയാൾ എനിക്ക് എഴുതി അത് തന്നിട്ടുണ്ട്. ശരി. ആ ഞാൻ ആ ഇയാളോട് ആ. പോയി പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ തന്നെ കടലാസ് എഴുതി അപ്പൊ ഈ തന്നു. എല്ലാം ആരെ ഇങ്ങനൊരു പേരിലാ കേസ് വക്കീലാണ്. കൊടുത്തത്? അല്ലല്ല, മൂപ്പര് സ്വന്തം മനോരമയിൽ റൈറ്റപ്പ് ഒക്കെ വന്നിരുന്നു ഇയാളെ പറ്റി. ഓ അത് ശരി. ഓക്കെ. ഇയാള് ഭയങ്കര മനുഷ്യനായിരുന്നു. അപ്പൊ ഇയാള് ഈ ഗുജറാത്തിനെ പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഓർമ്മ വന്നത്. ഏഹ് ഇയാള് എഴുതി അല്ല തന്നിട്ട് കേസ് കൊടുക്കാൻ ഗുജറാത്തികളുടെ നമുക്കൊരു ഫുൾ എപ്പിസോഡ് ചെയ്യണം. കുറച്ചുകൂടി ഒന്ന് കാരണം മറ്റേ ഒരുപാട് ഗുജറാത്തികൾ അത്രയും സുഹൃത്തുക്കളുണ്ടായി. കോൺട്രിബ്യൂഷൻസ് ഭയങ്കരമാണ്. ഭയങ്കര കോഴിക്കോടായിട്ടുള്ള ബന്ധവും പിന്നെ ഗുജറാത്തി ഒരുപാട് സ്കൂള്, പിന്നെ ഗുജറാത്തി മണ്ഡല്, ഒരുപാട് പിന്നെ ഷോപ്പുകളും ഗുജറാത്തി കാര്യങ്ങളൊക്കെ സ്ട്രീറ്റ് ഉണ്ട്. കുറെ ഉണ്ടല്ലോ സ്ട്രീറ്റ് സാധനം. ഗുജറാത്തി സ്ട്രീറ്റ്, ആ സ്ട്രീറ്റിന്റെ അകത്ത് തന്നെ വേറെ തന്നെ ഒരു ഗുജറാത്തി ലോകമാണ് അത്. ഗുജറാത്തികൾ അതെ മാത്രമാണ് അവിടെ ഉള്ളത്. അത് വലിയൊരു ഇതാണ്. അതെ 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 അപ്പൊ അതെ. ഇയാള് പറഞ്ഞിട്ട് ഞാൻ സംഘത്തിന്റെ പേരിൽ പണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്, AC ഇല്ലാത്തതിന്. കേസ് ഇടാത്ത AC ഇല്ലാത്ത ആ കേസ് പേപ്പറിലൊക്കെ വന്നതാണല്ലോ അല്ലേ. പേപ്പറിലൊക്കെ വന്ന് ഞാൻ ജയിച്ചല്ലോ കേസ്. എന്നിട്ട് ഒരു ഫൈനൊക്കെ അടിച്ചില്ലേ. ആ ഫൈനൊക്കെ ഞാൻ അവരെ കൊണ്ട് അടുപ്പിച്ച് അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉം, ഉണ്ടായിരുന്നു. ഉം. അങ്ങനെ അതൊരു വലിയൊരു കേസായിരുന്നു. അത് പറയാം പിന്നെ അപ്പൊ ശരിക്കും കോഴിക്കോടിന്റെ ആദ്യത്തെ ഒരു PIL മറ്റേ വ്യക്താവാണ് മൂപ്പര്. അതെ 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 അതെ. വ്യക്താവായിരുന്നു. ഉം. അങ്ങനെ
ആ ഭാഗത്ത് അതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ഒരു സ്കൂള്, അതൊരു സുന്ദരമായ ഒരു സ്കൂളും കാര്യങ്ങളും. നല്ല സ്കൂൾ അതിന്റെ അതെ. ആ സ്കൂളിന്റെ തൊട്ടടുത്തില്ല ഒരു ഇടവഴി ഉണ്ടായിരുന്നു, ഒരു ചെറിയ റോഡ്. 2 സൈക്കിളോ സ്കൂട്ടറോ അതെ. പോകും. അതിലെ നേരെ പോയാൽ അതിന് നേരെ പോയ സെന്റ് ജോസഫിലെത്തും. സെന്റ് ജോസഫിലെത്തും. അപ്പൊ നമ്മൾ ആ ഉം. ഇടയിൽ കൂടെ പണ്ട് വന്നിട്ട് ഈ കടപ്പുറത്ത് ഇറങ്ങിയിട്ട് വെള്ളത്തിൽ കളിക്കുകയായിരുന്നു. ഉം. ഉം. തിരമാലകളിൽ ഒരു കളി ഉണ്ടായിരുന്നു. അങ്ങനെ കളിച്ചിട്ട് അതെ അതെ. കളിച്ചിട്ട് ഞാനും ഓരോരുത്തരും കൂടി വെള്ളത്തിൽ വീണിട്ട് ഉം. ഒരാൾ പോയി. ജോൺ എന്ന് പറഞ്ഞിട്ടൊരാൾ. ഓ ജോൺ അത് ശരി. ജോൺ എന്ന് പറഞ്ഞിട്ട്. അയാള് വർക്ക് ചെയ്തു. അവളുടെ അച്ഛൻ വർക്ക് ചെയ്തിരുന്നത് ദേവഗിരി കോളേജിലായിരുന്നു. ഏഹ് ആ അയാളെ മകനായിരുന്നു ജോൺ. ജോണ് വെള്ളത്തിൽ പോയി ശരി. ഓ പോയിട്ട് നമ്മളെ ഫിഷർമാൻ മുക്കന്മാരെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, മീൻകാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ കൂടി വെള്ളത്തിൽ ചാടി പിടിച്ചു വലിച്ചു പുറത്തേക്കൊക്കെ കൊണ്ടുവന്നു. പക്ഷെ ഉം. രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അതിനുശേഷം രക്ഷപ്പെട്ടില്ല. ഉം. അതിനുശേഷം നമുക്ക് നല്ല അടി കിട്ടിയതാണ്. ഉം. ഉം. തോമസ് അടിച്ചിട്ട് ചാന്തി വിളിച്ചിരുന്നു. അങ്ങനെ ഞാനും ഓരോരുത്തരും കൂടി പോയി വീണ്. ഞങ്ങളെ അച്ഛനെ ഉം. രണ്ടാളെയും വിളിച്ചിട്ട് അച്ഛനോട് പറഞ്ഞു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഉം. കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. നടക്കൂല ഇവിടെ. അച്ഛൻ പറഞ്ഞു എനിക്ക് ഏതായാലും ഇപ്പൊ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അപ്പൊ ഉം. മറ്റവന്റെ അച്ഛൻ കുറച്ച് കാശില്ല കൂട്ടത്തില്. ഉം. ശിവദാസേട്ടൻ, മനോജിന്റെ അച്ഛൻ. അങ്ങനെ ഉം. മനോജിനെ ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് ഊട്ടിയിലേക്ക് കൊണ്ടുപോയി. അത് ശരി. അയാളെ ഊട്ടിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ ഞാൻ SLC ഉം. പാസ്സായി കോളേജൊക്കെ കയറി. ഊട്ടി പോയാൽ ഉം. അതൊന്നും അറിയില്ല. ഉം. ഉം. അങ്ങനത്തെ ചൊറിയായിരുന്നു. ഞങ്ങൾക്ക് രണ്ടാം കൂടി ഒന്ന് വെള്ളത്തിൽ പോയി ചാവാൻ ഞാൻ ഭാഗ്യം. അങ്ങനെ അതെ. അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞ ആൾക്കാർ ഊട്ടിയും പോകാൻ പറ്റില്ല. എനിക്ക് അതൊന്നും പറ്റൂല, ഇവിടുന്ന് എങ്ങോട്ടും കൊണ്ടുപോയാൽ ഇവിടെ തന്നെ പഠിച്ചാൽ ഉം. മതി. ഉം. പുറത്ത് ഉം. പോകാണ്ട് നോക്കണ്ട നിങ്ങളെ കണക്ക്, ഞാനല്ല. ഉം. അവരിവിടെ വന്ന് അത്താക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കണം എന്നൊക്കെ പറഞ്ഞു. വലിയൊരു പ്രശ്നമായിരുന്നേ. ഉം. ഏതായാലും ഇവിടെ പോകുമ്പോ എന്തെല്ലാം എവിടെ എത്തുന്നില്ലേ, പിന്നെ കൊല്ലങ്ങൾ പുറകിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു എപ്പിസോഡോ 4 എപ്പിസോഡോ കൊണ്ടോ ഒന്നും തീരും തോന്നില്ലല്ലേ. ഇപ്പൊ എവിടെ അതെ എത്തിക്കുന്നത്? അതെ പിന്നെ ആകെ ആ ജംഗ്ഷൻ വരെ എത്തിയിട്ടുള്ളൂ നമ്മൾ. അതെ. ഇത് കഴിഞ്ഞോടെ ഒരു പിന്നെ മാത്രല്ല ആ റോഡ് മറ്റേ വലിയ ഫിലിം ഷൂട്ടിങ്ങിന്റെ വലിയൊരു സ്ഥലമായിരുന്നു. ഓർമ്മ ഉണ്ടോ? അതെ, ബീച്ച് റോഡ്. ബീച്ച് റോഡ്. ഈ ലിസ എന്നൊക്കെ പറഞ്ഞ സിനിമേന്റെ ഷൂട്ടിംഗ് ഒക്കെ ഓർമ്മ ഉണ്ടോ? അവിടെ എത്താം. ലിസ. നിങ്ങളെ വീട്ടിന്റെ അങ്ങോട്ടേക്കാണല്ലോ. അതന്നെ കസ്റ്റംസ് അല്ല റോഡ് ആ തുടങ്ങുന്നത് സിനിമേന്റെ അവിടെ. ഷൂട്ടിംഗ് ഓർമ്മയില്ലേ? അത് അവിടെ വെച്ചിട്ടാണ്. ബീച്ച് റോഡിൽ കുറെ എടുത്തിട്ടുണ്ട് അതിന്റെ. നിങ്ങളെ വീട് എത്തുന്നില്ലല്ലോ അതെ, കസ്റ്റംസ് റോഡ്. ആ പോർട്ട് ഓഫീസിന്റെ ഒക്കെ അടുത്തായിട്ട് അവിടെ പോർട്ട് ഓഫീസ് ബംഗ്ലോയിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അതിന്റെ. പിന്നെ ആ റോഡിൽ കുറെ ബീച്ച് ആസ്പത്രിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആ ബീച്ച് ആസ്പത്രിന്റെ കടലിന്റെ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒക്കെ ആയിട്ട് ആയിട്ട് വിട്ടുകൊണ്ട. അതെ അതെ അല്ല ഞാൻ പറയാ അങ്ങനെ ഈ ബീച്ച് റോഡ് ഈ മറ്റേ സിനിമക്കാരുടെ ഫേവറേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഇത്, മമ്മാസ് ആൻഡ് പപ്പാസ്. ഷിറിൽ എന്ന് പറഞ്ഞ ആളെ നടത്തിയ പഴയ ഒരു സാധനം, ഒരു വലിയൊരു അതെ, കുളൂസ്. അങ്ങനത്തെ ആ ടൈപ്പ് ആദ്യത്തെ റെസ്റ്റോറന്റ്. ആദ്യത്തെ റെസ്റ്റോറന്റ് ഇങ്ങനെ ചെറിയ ഇതിന്റെ അകത്ത് അതായത് ഒരു ശരിക്കും പറയുകയാണെങ്കിൽ റെസ്റ്റോറന്റ് എന്നല്ല, ഒരു ബീച്ച് ഷാക്ക് എന്നൊക്കെ പറയാം, അതുപോലത്തെ ഒരു സംഭവം. ഇന്നൊക്കെയാണ് ബീച്ചിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് മാത്രം. അന്ന് ആൾക്കാർ ഉൾക്കൊള്ളൂലായിരുന്നു. ഇന്ന് ഉൾക്കൊള്ളൂ. ഇന്നാണെങ്കിൽ അതെ. വലിയ കച്ചവടമായി പോയി ഉണ്ടാകിയത് അന്ന്. കാരണം ഇത് പിന്നെ 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 കുറച്ച് വേറെ ടൈപ്പ് ആൾക്കാർക്ക് അതൊക്കെ ഇഷ്ടപ്പെടില്ലായിരുന്നു. എന്നാലും അവിടെ പോയാൽ അതെ. നല്ല കട്ട്ലറ്റ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. കട്ട്ലറ്റ്സ് ഗംഭീര, നല്ല ടേസ്റ്റി. ആ കാലത്തിൽ അയാൾ ഗൾഫിലൊക്കെ പോയിട്ട് അങ്ങനെ അതൊക്കെ പഠിച്ചു വന്നതാണ്. പിന്നെ അങ്ങനെ ഒരു ഫാമിലി ആണല്ലോ, അറിയില്ലേ? അതെ, പിന്നെ എനിക്കറിയാം, എനിക്ക് നല്ലോണം. ഷിറിലിനെ പിന്നെ പിന്നെ അവിടുന്ന് പിന്നെ കൊണ്ട് അവരുടെ വന്നാൽ കൂടെ ഒരു ബ്രദർ റോബിൻ എന്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. റോബിൻ ലാഫ്ലിൻ റോബിൻ. ലാഫ്ലിൻ നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ MCC ഉണ്ടായിരുന്നു. അതെ. അങ്ങനെ പിന്നെ അവിടുന്ന് നമ്മളിങ്ങനെ ഒരു സൈഡിൽ ബീച്ചും ഒരു സൈഡിൽ ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ നല്ല രസമായിട്ട് പോകാനുണ്ട്. പിന്നെ കഴിഞ്ഞുകൊണ്ട് അവിടെ ഒരു ക്ലബ് ഉണ്ടല്ലോ, കോസ്മോപോളിറ്റൻ. ഇപ്പോഴുണ്ട്. അതിന്റെ പിന്നെ മുൻപ് കോസ്മോ എന്നാണ് എല്ലാവരും പറയുന്നത്. കോസ്മോപോളിറ്റൻ ക്ലബ് എന്നാണ് അന്ന് എല്ലാവരും ഫുൾ ഫോം പറയുന്നത്. ഇപ്പൊ എല്ലാവരും കോസ്മോ എന്ന് പറയും. അവിടെ മറ്റേ ടെന്നീസ് കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ ആ ക്ലബില്. കോർപ്പറേഷൻ ഓഫീസ് ഇപ്പൊ അങ്ങോട്ട് മാറിയിട്ടുണ്ടല്ലോ, ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്.
കോഴിക്കോട് കോർപ്പറേഷന്റെ പുതിയ ഓഫീസ് ബിൽഡിംഗ്. അങ്ങോട്ടേക്ക് മാറി. പഴയ ആ സൗന്ദര്യയിലെ ബിൽഡിങ് പഴയതൊക്കെ പൊളിച്ചിട്ട് കോൺക്രീറ്റ് സാധനം ഉണ്ടാക്കി. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതിന്റെ ഇടയിൽ നമ്മൾ ഉള്ളോട്ട് പോയിട്ട് മറക്കാൻ പറ്റാത്തൊരു സാധനം ഉണ്ട്. ഏതാ അറിയും? ആ റോഡ് ഉള്ളിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് സാമീന്റെ ഹോട്ടല്. അതൊരു ഒരു സംഗതിയല്ലേ. വെങ്കടേശ്വര ലഞ്ച് ഹോം. ആ വെങ്കടേശ്വര ലഞ്ച് ഹോം, അവിടുത്തെ ഒരു നെയ്റോസ്റ്റ് ഒക്കെ ഇപ്പൊ വായിൽ വരുന്നുണ്ട് കേട്ടോ അല്ലേ. ഉച്ചക്കത്തെ തൈരൊക്കെ ഇരിക്കാൻ സ്ഥലം കിട്ടൂല. പോയി കഴിഞ്ഞാല് ഇരിക്കാൻ സ്ഥലം കിട്ടൂല. ഉച്ചക്ക് തൈരൊക്കെ കൂട്ടിയില്ലേ ആ മൊട്ടയായിട്ട് ബട്ടർ ഇങ്ങനെ ഇരിക്കും ചെയ്യും. സാമി ഇനി ഇതിന് തൈരൊക്കെ കൂട്ടിയിട്ട് ഒരു ചോറുണ്ടാകുമ്പോ സ്റ്റുഡൻസിന് ഒരു ചെറിയ റിഡക്ഷൻ ഉണ്ടായിരുന്നു. 1.25 ഉറുപ്പിട്ടാണെന്ന്. ₹1 1.25. അങ്ങള് പിന്നെ ഹോട്ടലിൽ ബാക്കി ഹോട്ടലിനേക്കാളും എപ്പോഴും സാമി എപ്പോഴും റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ ഭയങ്കര ടേസ്റ്റി ഫുഡായിരുന്നു. നമുക്ക് വിദ്യാർത്ഥിയൊക്കെ ചെറിയൊരു റിഡക്ഷൻ റേറ്റിലുള്ള ഒരു ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം ഒരു അടിപൊളി നെയ്റോസ്റ്റുമാണ്. നെയ്റോസ്റ്റ് പിന്നെ തൈരുവട, ഗംഭീര തൈരുവട. അതൊക്കെ ഇപ്പൊ എത്രയോ കൊല്ലങ്ങളായി തിന്നിട്ട് മറന്നുപോയി. അല്ല, ഈവൺ അവിടുത്തെ ഉപ്മാവ് കൂടി എന്ത് ടേസ്റ്റ് ആയിരുന്നു. അതാണ് ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ ഉപ്മാവ് കഴിക്കൂല, പക്ഷെ സാമിന്റെ അവിടെ ഉപ്മാവ് കഴിക്കും. സാമിന്റെ അവിടെ പോയാൽ ഉപ്മാവ് ഒരു ചട്ടിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുക. അതൊരു രസമാണ് അതൊക്കെ. പിന്നെ ഇപ്പൊ സാമി ഒന്നുകൂടി ഉഷാറായി. എന്താണെന്നറിയോ, സാമിന്റെ ഹോട്ടൽ കഴിഞ്ഞിട്ട് ഒരു ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ ഒരു ഇന്ത്യ കോഫി ഹൗസ് വന്നു. അപ്പൊ സാമി ഒന്നും കൂടി ഉഷാറാക്കി. സാമി എന്ന് പറയുന്നത് സാമിന്റെ ഇപ്പൊ ആ പുതിയ ജനറേഷൻ അവരൊന്നും കൂടി ഉഷാറാക്കിയത്. ഏതായാലും നമ്മള് മടങ്ങി അങ്ങോട്ടേക്കാണ് പോവാ. ഇങ്ങോട്ടേക്ക് വന്ന് ഇങ്ങോട്ട് വളഞ്ഞു പോവാം. ആയിക്കോട്ടെ. ഇതെന്തായാലും പോണം. ഇതൊരു കാപ്പി കുടിക്കാനൊക്കെ പറ്റിയ സ്ഥലമായിരുന്നു. എന്തായാലും അത് മറന്നു പോരുത്. വെങ്കടേശ്വര അതൊക്കെ എത്രയോ കാലം സ്കൂൾ ജീവിതകാലത്ത് ചോറ് കഴിച്ച ഒരു സാധനം. തടിയിൽ ലേശ നീരൊക്കെ ഉണ്ടാവും. എത്രയോ കൊല്ലം കഴിക്കില്ലേ. ഒരു കാലഘട്ടം വൈകുന്നേരം പോകുമ്പോ എങ്ങനെയെങ്കിലും ഒരു നെയ്റോസ്റ്റോ അല്ലെങ്കിൽ ഒരു ബോണ്ടയൊക്കെ കഴിക്കുന്നതാണ്. എന്റെ തൈരുവട എങ്ങനെയെങ്കിലും കഴിക്കുക എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. പിന്നെ അങ്ങനെ പോയപ്പോൾ കോർപ്പറേഷൻ ഓഫീസൊക്കെ പറഞ്ഞു. അതൊക്കെ എന്ന് പുതിയത് വന്നതാണ്. നമ്മളെ കാലഘട്ടത്തിൽ ഇല്ല അല്ലേ. പഴയ കാലത്ത് ഇല്ല. പിന്നെ അത് കഴിഞ്ഞാൽ ഈ AR അല്ലേ, റൈറ്റ് സൈഡിൽ ആകാശവാണി. ആകാശവാണി പണ്ട് പഴയ ഒരു ബിൽഡിംഗ് പിന്നിലായിരുന്നു. പിന്നെ പുതിയ അത് പുറത്താക്കിയിട്ട് പുതിയൊരു ബോക്സ് ടൈപ്പ് ആക്കി. ചിരികണ്ഠൻ മേസ്തിരായിരുന്നു. AP ചിരികണ്ഠൻ ആയിരുന്നു അതിന്റെ കോൺട്രാക്ടർ. മൂപ്പരുണ്ടാക്കിയ ബിൽഡിംഗ് ആണ് ഒന്ന്. മൂപ്പരുണ്ടാക്കിയ ലാസ്റ്റ് ബിൽഡിംഗിൽ ഒന്നായിരിക്കും അത്. കാരണം അതിന് മുമ്പ് പണ്ടുണ്ടാക്കിയതാണ് ബീച്ച് ഹോസ്പിറ്റല്, പിന്നെ മെഡിക്കൽ കോളേജ്. പിന്നീട് ഉണ്ടാക്കിയതാണ് ഈ ആകാശവാണിയുടെ പുതിയ അന്ന് പുതിയതെന്ന് പറയുന്ന ആകാശവാണി കെട്ടിടം. ആദ്യം ഒരു വീടുമായിരുന്നു ഒരു സാധനം, ഒരു വെള്ള പെയിന്റ് അടിച്ചിട്ടില്ലേ, ഒരു ഞാൻ പോയിട്ടുണ്ട് അവിടെ. പിന്നെയാണ് ഒരു മോഡേൺ ബിൽഡിംഗ്, ഒരു 4 നിലയില് ഗ്ലാസ്, നല്ല നല്ല ഫെസൈഡൊക്കെ ആയിട്ട്, ബീച്ച് സൈഡ് ഫെസൈഡൊക്കെ ആയിട്ട്. പിന്നെ നല്ല സെക്യൂരിറ്റി ആയിട്ടുള്ള സാധനമാണത് അല്ലേ. എപ്പോഴും അവിടെ പിന്നെ ആർക്കും അങ്ങനെ കയറി പോകാൻ പറ്റില്ലല്ലോ. പറ്റില്ല. ഞാൻ അവിടെ പോയിട്ട് ചെറിയ വയസ്സിൽ, ചെറിയ പ്രായത്തില് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിട്ട് നമ്മളെ ബാലഗോകുലം എന്താണ് ബാലഗോകുലല്ല, ബാലലോകം എന്തോ നമ്മളെ ബാലേട്ടൻ ഇയാൾ നടത്തിയായിരുന്നു. ബാലേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരാൾ വരാണ്ടായിരുന്നു. അയാളെ ശരിയായ പേരെന്തായിരുന്നു? കപിൽ V സുകുമാരൻ അല്ലേ. അയാൾ നടത്തുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു രാവിലെ, കുട്ടികളെ ഒരു പ്രോഗ്രാം. അതിൽ ഞാൻ പോയി 1-2 പ്രാവശ്യമൊക്കെ അവിടെ റെക്കോർഡിങ്ങിനൊക്കെ ആയിട്ട് പോയി. മാത്രല്ല എന്താ പറയാ, അദ്ദേഹം വലിയൊരു കഥാപ്രസംഗത്തിന്റെ വലിയൊരാളല്ലേ. അതെ. കോളേജിൽ പഠിക്കുകയൊക്കെ ചെയ്തു. അതെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവൾ നല്ലൊരു കലാകാരിയായിരുന്നു. ലുലു എസ് കാപ്പിൽ. ഇങ്ങനെ അവിടുന്ന് നേരെ കഴിഞ്ഞാൽ പിന്നെ ബീച്ച് ആസ്പത്രി അല്ലേ. പിന്നെ ബീച്ച് ഹോസ്പിറ്റൽ മുമ്പായിട്ട് മറ്റേ ഒരു ഇതുണ്ടായിരുന്നില്ല, ഇപ്പൊ അത് പൊളിച്ചു. ഒരു ബംഗ്ലോ ഉണ്ടായിരുന്നില്ലേ, ബംഗ്ലാവ്, ഏതോ ഒരു ഇംഗ്ലീഷ് കമ്പനിന്റെ. കോമൺവെൽത്തിന്റെ. അതെ കോമൺവെൽത്തിന്റെ ഭയങ്കര ഒരു ബംഗ്ലോ പൊളിച്ചു. അവിടെ എക്സിബിഷൻ ഒക്കെ നടത്തുന്നതാണ്. എന്തോ ഒരു ഓപ്പൺ ഗ്രൗണ്ട് ആയി. അതിനോട് ചേർന്നിട്ട് ഒരു ക്ഷേത്രം ഉണ്ടല്ലോ. അതെ ഒരു അമ്പലമുണ്ട്, മറ്റേ ഭഗവതി ക്ഷേത്രം. അതും വളരെ ഇതേമാതിരി പഴക്കമുള്ള ഒരു ഇതാണ്. ബീച്ച് ഹോസ്പിറ്റലൊക്കെ ശരിക്കും
ബീച്ച് ആ ഹോസ്പിറ്റലൊക്കെ ശരിക്കും ഗംഭീരമാക്കേണ്ട ആസ്പത്രിയാണ് അതൊക്കെ. അത്രയും സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത്. അല്ല ഗംഭീരം അത് തന്നെ ആയിരുന്നു അത് ആ അന്ന്. അത് അത്ര പഴക്കമുണ്ട്. അത് തുടങ്ങിയ സമയത്ത് ആ അന്നൊരു ഗംഭീര ബിൽഡിംഗ് തന്നെയാണ്. കാരണം സ്ഥലമുണ്ട്, നല്ല സ്പേഷ്യസ്. ആ പിന്നെ ബീച്ചിന്റെ സൈഡിലുള്ള വാർഡൊക്കെ, സ്പെഷ്യൽ വാർഡൊക്കെ ബീച്ചിന്റെ സൈഡിലാണ്. അവിടെ നല്ല കാറ്റ് വരും, നല്ല വെളിച്ചം, ഉം. പിന്നെ ഇഷ്ടമാതിരി സ്ഥലം അതിന്റെ ഉള്ളില്. ഉണ്ട് ഉള്ളിൽ. ഇപ്പൊ എന്തോ അവിടുത്തെ അതിന്റെ ഒരു ഭാഗത്തെ കുറെ ബിൽഡിംഗ് ഒക്കെ പൊളിച്ചിട്ട് എന്തോ അവിടെ വരാൻ പോകുന്നു എന്നൊക്കെ കേട്ടു. സ്ഥലത്തിന് കമ്മിയില്ല, സ്ഥലം ഇഷ്ടംമാതിരി ഉണ്ട് അതിന്റെ ഉള്ളില്. ഇഷ്ടംപാടുണ്ട്. കുറച്ച് പിന്നെ അതിന്റെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നഴ്സിംഗ് കോളേജ്, ഒരു ആ നഴ്സിംഗ് കോളേജ് നഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്നു. ഉം. ഇതിന്റെ ഉണ്ടായിരുന്നു. ഇടയിൽ നമ്മൾ ഈ കടപ്പുറം കംപ്ലീറ്റ് വിട്ടുപോയി. എത്ര വലിയ ദൂരത്തിലെ ബീച്ചിന്റെ ആ മനോഹാരിത അല്ല പറഞ്ഞു കടപ്പുറം നമ്മളെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ കടപ്പുറം എന്താ കൂടുതൽ. വെച്ചാൽ കടപ്പുറം നമ്മൾ കടപ്പുറത്തിന് പിന്നെ ഇറങ്ങിയില്ല. കടപ്പുറം പിന്നെ ഇറങ്ങിയില്ല അങ്ങോട്ട്. കാരണം അത് അതെ വെള്ളത്തിലേക്കായാണ് അവിടെ നിൽക്കട്ടെ. ഇല്ലേ? കടപ്പുറം ഉണ്ട്. പിന്നെ അതുമാതിരി തന്നെ നമ്മുടെ മറ്റേ ആ കപ്പലണ്ടി വിൽക്കുന്ന മറ്റേ കപ്പലണ്ടി വണ്ടികള്, വിൽക്കുന്ന കുറെ പിന്നെ വണ്ടികൾ നെല്ലിക്ക കാര്യങ്ങളൊക്കെ ഉണ്ട്. നെല്ലിക്ക, മാങ്ങ, നെല്ലിക്ക ഉപ്പിലിട്ടത്, മാങ്ങ. സാധനങ്ങളൊക്കെ വെക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നിപ്പോ അതെ ഏകദേശം ഇതെല്ലാം കൂടി പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ അതെ ഏ? അതെ അപ്പൊ അതെ നമുക്ക് ഈ മാങ്ങയും നമുക്കൊരു നെല്ലിക്കയും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു ഓ, നാളെ വരേണ്ടി സംസാരിക്കും. വരും. എന്നാണ് യെസ്, നന്നാകുമെന്ന് തോന്നുന്നു. അതായിരിക്കും നല്ലത്. ഇവിടെ ഇപ്പൊ അതെ ഏകദേശം അതെ നമ്മൾ വൈൻഡപ്പ് ആക്കേണ്ടി വരും. കസ്റ്റംസ് അതിന്റെ ഓഫീസിന്റെ പാക്കണ്ടിട്ട്. അടുത്ത് വെച്ച് നമുക്ക് വൈൻഡപ്പ് ആക്കാം. അല്ലെ ലൈറ്റ് ഹൗസ് നമ്മളിപ്പോ അതിനു മുമ്പ്. കാര്യങ്ങളൊക്കെ അതെ അവിടുന്ന് അങ്ങനെ തുടങ്ങാം. അതെ. ഏ അല്ലേ? ഓ ആയിക്കോട്ടെ. അതാണ് അതില് അതെ. പിന്നെ അപ്പൊ നന്നായിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോട് എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവരോടും വീണ്ടും അത് നമസ്കാരം. തന്നെയാ പറയാൻ. സത്യം പറഞ്ഞ അതേ സംഗതി കണ്ട് ഞാനും പറയുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഈ ഈ ഇതേ തരത്തിൽ തന്നെയുള്ള എപ്പിസോഡ് ആയി വീണ്ടും ഞങ്ങൾ